أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ കേട്ടത് സൂറത്തുൽ സിൽസാലിലെ ആദ്യത്തെ ആയത്താണ്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഭൂമി ശക്തമായി പ്രകമ്പനം ചെയ്യപ്പെടുമ്പോൾ. ഇതിൻ്റെ തഫ്സീർ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഖലീഫത്തുൽ മസീഹ് സാനി ഇതിൻ്റെ ഷാനെ നുസൂലിൽ, അതായത് ഈ സൂറത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, അതായത് ഈ സൂറത്ത് മക്കിയാണോ മദനിയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. മുജാഹിദ, അത്താ, ഇബ്ന് അബ്ബാസിൻ്റെ പക്കൽ ഇത് മക്കയിൽ അവതരിക്കപ്പെട്ട മക്കി സൂറത്താണ്. അതേസമയം ഖത്താദ ഇതിനെ മദീനയിൽ അവതരിക്കപ്പെട്ട മദനി സൂറത്തായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു യൂറോപ്യൻ മിഷനറി E.M. വേരി, ഇദ്ദേഹം ക്രിസ്ത്യൻ മിഷനറിയാണ്. അതേപോലെ ഇദ്ദേഹം ഒരു സുപ്രസിദ്ധ റിസർച്ചറുമാണ്. ഇദ്ദേഹം ഖുറാൻ്റെ ഒരു തഫ്സീർ പോലെ ഖുറാൻ്റെ കമൻട്രിയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹവും ഇതിനെ മക്കയിൽ അവതരിക്കപ്പെട്ട മക്കി സൂറത്തായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ റിപ്പോർട്ടുകൾ നമ്മൾക്ക് ഈ സൂറത്തിനെ കുറിച്ച് മക്കിയായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സൂറത്ത് മക്കയിൽ അവതരിക്കപ്പെട്ടതാണ്, സൂറത്ത് മക്കിയാണ്. അതിനുശേഷം ഇതിൻ്റെ നുസൂൽ കി തർത്തീബ് എന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ തർത്തീബ് എപ്പോഴാണ് ഇത് അവതരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഇതിൻ്റെ മുമ്പുള്ള സൂറത്തിൽ ഖുറാനിൻ്റെ ആദ്യ കാലത്തുള്ള അസറാത്തുകളാണ് പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഖുറാനിൻ്റെ ആദ്യ കാലത്ത്, ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് ഖുറാനിൽ നിന്ന് ഉണ്ടാകുന്ന, ഭൂമിയിൽ ഉണ്ടാകുന്ന എഫക്റ്റുകളെ കുറിച്ചിട്ടാണ്, അസറാത്തുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുമ്പത്തെ സൂറത്തിൽ. ഈ സൂറത്തിൽ ആഖിരി സമാനയ്ക്ക്, അതായത് അവസാന കാലഘട്ടത്തിൽ ഖുറാൻ മുഖേന ഉണ്ടാകുന്ന അസറാത്തുകളെ അല്ലെങ്കിൽ എഫക്റ്റുകളെയാണ് ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഏതുപോലെ ഇസ്ലാം മുഖേന ഭൂമി ഒരു അന്ധകാരത്തിൽ ഉണ്ടാകുമ്പോൾ ഇസ്ലാം മുഖേനയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയും ഖുറാൻ മുഖേനയും ഈ ദുനിയാവിൻ്റെ ഇസ്ലാഹ് നടന്നുവോ, അതേപോലെ തന്നെ അവസാന കാലഘട്ടത്ത് ഈ ദുനിയാവിൽ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, അതായത് ദുനിയാവ് അന്ധകാരത്തിൽ ഉണ്ടാകുമ്പോൾ ഏതുപോലെ ആദ്യം ഇസ്ലാഹ് നടന്നുവോ അതേപോലെ തന്നെ ഖുറാൻ മുഖേനയും മുഹമ്മദ് നബി സല്ലല്ലാഹു ഈ റസൂൽ മുഖേനയും ഭൂമിയിൽ ഇസ്ലാഹ് നടക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഈ സൂറത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു. തുടർന്ന് പറയുന്നു, അതായത് E.M. വേരിയുടെ പ്രകാരം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ, അദ്ദേഹത്തിൻ്റെ ആ ഖുറാൻ്റെ കമൻട്രിയിൽ അദ്ദേഹം പറയുന്നത്, അതായത് ഈ സൂറത്ത് ഏതോ ഒരു സൂറത്തിൻ്റെ ബക്കായ ഹിസ്സയാണ്, അതായത് ഏതോ സൂറത്തിൻ്റെ ബാക്കിയാണ് ഇത്. ഇതിൻ്റെ മസ്മൂന് അല്ലെങ്കിൽ ഇതിൻ്റെ വിഷയം അത് പൂർണ്ണമല്ല, അത് ഏതോ ഒരു സൂറത്തിൻ്റെ ബാക്കിയുള്ള ഹിസ്സയാണ് എന്നാണ് E.M. വേരി പറഞ്ഞിട്ടുള്ളത്. ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, ഈ E.M. വേരി എന്ന് പറയുന്നത് ഇദ്ദേഹം ക്രിസ്ത്യൻ മിഷനറിയാണ്. അദ്ദേഹത്തിന് ഖുറാൻ്റെ കൂടുതൽ ഇൽമ് ഇല്ലാത്തത് കൊണ്ടാണ് മൂപ്പർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതായത് അദ്ദേഹം മനസ്സിലാക്കി ഏതോ ഒരു സൂറത്തിൻ്റെ ഇത് ബാക്കിയാണ്, ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് അത് പൂർണ്ണമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. പക്ഷേ ഏത് സൂറത്തിൻ്റെ ബക്കായ ഹിസ്സയാണ് ഇത് എന്ന് മൂപ്പർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു. അതിനുശേഷം ഖലീഫത്തുൽ മസീഹ് സാനി ഇതിൻ്റെ തഫ്സീർ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഖലീഫത്തുൽ മസീഹ് സാനി ഇതിൻ്റെ ബനാവട്ട്, ഈ ആയത്തിൻ്റെ ബനാവട്ട്, ഈ ആയത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, അതായത് പൊതുവെയുള്ള കായിക പ്രകാരം
അറബിയിലെ പൊതുവെയുള്ള കായിക പ്രകാരം, റൂള് പ്രകാരം ഈ ആയത്ത് ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലൻ എന്നാണ് ആവേണ്ടത്. കാരണം ഈ സിൽസാലഹ എന്നുള്ളതിൻ്റെ മസ്ദർ അല്ലെങ്കിൽ റൂട്ട് വേർഡ് അത് സിൽസാലനാണ്. അപ്പോൾ ഒരു സംഭവത്തിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം അതേ സംഭവം വന്നു കഴിഞ്ഞാൽ അതിന് ഊന്നൽ കൊടുക്കലാണ് പൊതുവെ അറബിയിലുള്ള കായിക. അതായത് സുൽസിലത്തിൽ അർദു ഭൂകമ്പം, ഭൂമിക്ക് ഭൂകമ്പം ഉണ്ടാകും. സിൽസാലൻ എന്ന് പറയുമ്പോൾ ശക്തമായ ഭൂകമ്പം എന്നാണ് പൊതുവെയുള്ള ഗ്രാമർ പ്രകാരം അങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ഈ ആയത്തിൽ ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അവസാനത്തുള്ള ഹ അത് സമീർ, അത് ഭൂമിക്കാണ് തിരിഞ്ഞു പോകുന്നത്. അതായത് ശക്തമായ ഭൂകമ്പം വരും, സിൽസാലഹ ഈ ഭൂമിയിൽ എന്നാണ് വരിക ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു, അഥവാ ഇത് പൊതുവെയുള്ള കായികപ്രകാരം ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ അർത്ഥം വെറും ഇത്ര മാത്രം ഉണ്ടാവുകയുണ്ടായിരുന്നുള്ളൂ. അതായത് ഭൂമി ശക്തമായിട്ട് ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകും എന്നുള്ള അർത്ഥം മാത്രമാണ് വരിക. പക്ഷേ ഈ ഹാ കൊണ്ട് അതിൻ്റെ ഇസാഫത്ത് അത് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ട്, അതായത് ഹാ എന്നുള്ളത് ഭൂമിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം അത് വെറും ഒരു സിൽസാല അതല്ലെങ്കിൽ വെറും ഒരു സൽസല അല്ലെങ്കിൽ വെറും ഒരു ഭൂകമ്പമായിട്ടുണ്ടാകൂല, മറിച്ച് അതൊരു ഖാസായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂകമ്പമായിരിക്കും. അതുമല്ലാണ്ട് അത് മൊത്തം ഭൂമിയിൽ, ഇപ്പോൾ വെറും ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലാക്കയിൽ മാത്രമാണ് ഭൂകമ്പം ഉണ്ടാകുക. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലൻ എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ ഏതെങ്കിലും ഒരു അതായത് പൊതുവേ ഉള്ള എർത്ത് വരുന്നത് പോലെയുള്ള ഒരു ഭൂകമ്പമായിട്ടാണ് ഇതിനർത്ഥം വരിക. പക്ഷേ ഈ ഹാ എന്ന് പറഞ്ഞിട്ട് അർദിലേക്ക് അതിൻ്റെ സമീർ തിരിച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ പറയുന്നത് ആ ഭൂകമ്പം വരുമ്പോൾ അത് ഫുള്ള് ഭൂമിക്ക് തന്നെ ഒരു ഭൂകമ്പമായിരിക്കും. വെറും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ആ ഭൂകമ്പം ഉണ്ടാവുന്നതല്ല, മറിച്ച് ആ ഭൂകമ്പം വരുമ്പോൾ അതിൻ്റെ അസർ, അതിൻ്റെ എഫക്റ്റ് ഫുള്ള് ഭൂമിയിലേക്ക് ഉണ്ടാകും. അത് ഫുള്ള് ഭൂമിയിലുണ്ടാകുന്ന, ഒരുമിച്ചുണ്ടാകുന്ന ഒരു ഭൂകമ്പമായിരിക്കും എന്നാണ് അർത്ഥം വരിക എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നു. അപ്പോൾ ഈ ആയത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ അവസാന സമയത്ത്, അതായത് ഇസാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ആ ഭൂകമ്പം വരുമ്പോൾ ആ ഭൂകമ്പം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂകമ്പമായിരിക്കും. അത് പൊതുവേ ഉള്ള ഭൂകമ്പം പോലെ ആയിരിക്കൂല അത് വരുമ്പോൾ എന്നാണ് ഈ ആയത്തിൻ്റെ തഫ്സീർ വരിക എന്ന് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് തആല അടുത്ത ക്ലാസ്സിൽ വിവരിക്കുന്നതാണ്. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.